മക്കളെ, കുരുക്ഷേത്ര യുദ്ധം രാത്രിയിലും തുടരുകയാണ്. അർജുനൻ, ഭീമൻ, സാത്യകി, യുധിഷ്ഠിരൻ തുടങ്ങിയവരുടെ കൈക്കരുത്തിലും ആയോധന പാടവത്തിലും കൗരവ സൈന്യം നിരന്തരമായി പരാജയങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ചില അവസരങ്ങളിൽ ദ്രോണർ, ദുര്യോധനൻ തുടങ്ങിയവർ പ്രകടിപ്പിക്കുന്ന ചില പ്രകടനങ്ങളൊഴികെ കൗരവപക്ഷത്തിന് ഗുണകരമായ യാതൊന്നും സംഭവിക്കുന്നില്ല. ഇത് കണ്ട് മനസ്സുമടുത്ത ദുര്യോധനൻ കർണനെ അഭയം പ്രാപിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ കൗരവ സൈന്യത്തെ രക്ഷിക്കണമെന്ന് അയാൾ അപേക്ഷിച്ചു. ദ്രോണാചാര്യർ പാണ്ഡവപക്ഷക്കാരനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ അദ്ദേഹം സഹായിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ലെന്നും ദുര്യോധനൻ കർണനോട് പറഞ്ഞു. കർണൻ വലിയ മോഹന വാഗ്ദാനങ്ങളാണ് ദുര്യോധനന് നൽകിയത്. അർജുനനെ താൻ വധിക്കുമെന്നും അതോടെ മറ്റു പാണ്ഡവർ പരാജയം സമ്മതിച്ച് വനവാസത്തിനും പോകുമെന്നും അതോടെ മൊത്തം രാജ്യത്തിൻ്റെ അധികാരവും ദുര്യോധനിൽ വന്നു ചേരുമെന്നും കർണൻ ശപഥം ചെയ്തു. ഈ വാക്കുകൾ കേട്ട് കൃപാചാര്യർ കർണനെ പരിഹസിച്ചു. അർജുനനെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരെ സഹായിക്കാനുള്ളിടത്തോളം കാലം പാണ്ഡവർ അജയ്യരാണെന്നും ഇതൊന്നും മനസ്സിലാക്കാതെ കർണൻ വീമ്പ് പറയുകയാണെന്നും കൃപർ പറഞ്ഞു. എന്നാൽ താൻ പറഞ്ഞത് വെറും വാക്കല്ലെന്നും കൃഷ്ണനെയും അർജുനനെയും മറ്റ് പാണ്ഡവരെയും വധിച്ച് ഹസ്തിനപുരവും ഇന്ദ്രപ്രസ്ഥവും ദുര്യോധനന് നേടിക്കൊടുക്കുമെന്ന് കർണൻ പറഞ്ഞു. ഇത് കേട്ട് ഹാസ്യമായി ഒന്ന് ചിരിച്ചിട്ട് കൃപർ പറഞ്ഞു, സൂതപുത്ര, നിന്റെ ഈ മനക്കോട്ട വെറും പകൽ സ്വപ്നമാണ്. എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. കൃഷ്ണാർജുനന്മാരെയും ധർമ്മജനെയും നിന്ദിക്കുക എന്നത് താനിപ്പോൾ ഒരു പതിവാക്കിയിരിക്കുകയാണ്. ഇടോ, അന്തിമ വിജയം അവർക്കുള്ളതാണ്. മനുഷ്യകുലവും ഗന്ധർവചാരണ വർഗവും ദേവന്മാരും ഒന്നിച്ചെതിർത്താലും വിജയം പാർത്ഥനെ ഉണ്ടാകൂ. ധർമ്മജനെ തനിക്കറിയാമല്ലോ. ഇത്രമേൽ ധർമ്മിഷ്ഠനും നീതിമാനും ഗുരുഭക്തനും ജിതേന്ദ്രിയനും ബുദ്ധിമാനും സത്യസന്ധനും യുദ്ധപാടവം ഉള്ളവനുമായ യുധിഷ്ഠിരനെ തോൽപ്പിച്ച് ഒരിക്കലും തനിക്ക് പാണ്ഡവരെ കീഴ്പ്പെടുത്തുവാൻ കഴിയില്ല. അത്യന്ത ബലശാലിയും ബുദ്ധികൂർമ്മതയിൽ അഗ്രഗണ്യനുമായ ഭഗവാൻ അവരോടൊപ്പമുള്ളപ്പോൾ പാണ്ഡവരെ തോൽപ്പിക്കാമെന്ന ചിന്ത നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി? കർണൻ പറഞ്ഞു, കൃപരേ, നിങ്ങൾ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം തികഞ്ഞവരാണ് പാണ്ഡവർ. ഞാനും സമ്മതിക്കുന്നു. ഇനി എല്ലാ ദേവ, യക്ഷ, കിന്നര, രാക്ഷസ ഗണങ്ങളും ഒത്തുചേർന്നാലും പാണ്ഡവരെ വധിക്കാൻ കഴിയില്ലെന്നും സമ്മതിച്ചു. പക്ഷേ എൻ്റെ ശക്തി നിങ്ങൾക്കറിയില്ല. ദേവേന്ദ്രൻ അനുഗ്രഹിച്ചു തന്ന ഒരു ശക്തി എൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് അർജുനനെ ഞാൻ വധിക്കും. പിന്നെ മറ്റു പാണ്ഡവർ തോറ്റു പിന്മാറിക്കൊള്ളും. അവരെ രാജസുഖം അനുഭവിക്കുവാൻ ഞങ്ങൾ അനുവദിക്കില്ല. പിന്നെ സമുദ്രതീരത്തോളം ഉള്ള ഭൂമി മുഴുവൻ ദുര്യോധനൻ്റെ സ്വന്തമാകും. ഈ വയസ്സുകാലത്ത് യുദ്ധം ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്കില്ല. മാത്രമല്ല, നിങ്ങളുടെ കൂറ് പാണ്ഡവപക്ഷത്തോടാണെന്നും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. മേലിൽ നിങ്ങൾ ഇങ്ങനെ എന്നെ ആക്ഷേപിക്കുന്ന വിധത്തിൽ സംസാരിക്കരുത്. ഇനി ഇതുണ്ടായാൽ എൻ്റെ വാളുകൊണ്ട് നിങ്ങളുടെ നാവ് ഞാൻ അരിഞ്ഞുകളയും. ഹേ ദുർബുദ്ധിയായ ബ്രാഹ്മണ, കൗരവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പാണ്ഡവരെ സ്തുതിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. രണ്ട് ഭാഗത്തും മരണം സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ശക്തന്മാരെന്ന് പുകഴ്ത്തുന്ന പാണ്ഡവരോട് ഇന്ന് ഞാൻ സർവ്വശക്തിയും എടുത്ത് യുദ്ധം ചെയ്യും. ആരാണ് ജയിക്കുന്നതെന്ന് കാണാമല്ലോ. കർണൻ ഇപ്രകാരം കൃപരെ ഭർഷിക്കുന്നത് കേട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരീപുത്രനായ അശ്വത്ഥാമാവ് വാളും ഉയർത്തിക്കൊണ്ട് കർണന് നേരെ ചെന്നു. മഹാരാജാവേ, അശ്വത്ഥാമാവ് പറഞ്ഞു, നീജ, നീ എൻ്റെ മാതുലനെയാണ് ഇപ്പോൾ അപമാനിച്ചത്. അദ്ദേഹം വീരനല്ലെന്ന് തന്നോടാര് പറഞ്ഞു? അദ്ദേഹം പറഞ്ഞത് അർജുനൻ്റെ യഥാർത്ഥ ഗുണങ്ങളാണ്. തനിക്ക് അർജുനനോട് ശത്രുതയുള്ളതുകൊണ്ട് നീ ഈ ആചാര്യൻ്റെ വാക്കുകളെ പുച്ഛിക്കുന്നു. എപ്പോഴും തൻ്റെ കഴിവിനെക്കുറിച്ച് ആത്മപ്രശംസ നടത്തുന്ന നിൻ്റെ ആയുധങ്ങളൊക്കെ അർജുനൻ ജയദ്രഥനെ വധിച്ചപ്പോൾ എവിടെയായിരുന്നു? ജയദ്രഥനെ രക്ഷിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്തതല്ലേ? എന്നിട്ട് പാർത്ഥനിൽ നിന്നും അയാളെ രക്ഷിക്കാൻ തനിക്കായോ? അസ്ത്രപാടവം കൊണ്ട് ശ്രീപരമേശ്വരനെ പ്രസാദിപ്പിച്ച അർജുനനോട് യുദ്ധം ചെയ്ത് ജയിച്ചു കളയാമെന്നത് വെറും വ്യാമോഹം മാത്രമാണ്. ശ്രീകൃഷ്ണനുമായി ചേർന്ന് നിൽക്കുന്ന പാർത്ഥനെ വധിക്കുമത്രേ. അതിന് നിനക്കെന്നല്ല, ദേവസൈന്യവും അസുരസൈന്യവും ഒന്നിച്ചെതിർത്താലും കഴിയില്ല. അയാൾ ഒറ്റയ്ക്കങ്ങ് ചെയ്യും പോലും. ധൈര്യമുണ്ടെങ്കിൽ നീ എന്നോട് പൊരുത്. നിന്റെ തല ഞാൻ അരിഞ്ഞു കാണിച്ചു തരാം. അശ്വത്ഥാമാവ് ആയുധവും ഓങ്ങി കർണനെ വെല്ലുവിളിച്ചുകൊണ്ട് നിന്നു. അശ്വത്ഥാമാവിൻ്റെ ഭാവം കണ്ട് കൃപരും ദുര്യോധനും കൂടി അയാളെ തടഞ്ഞു നിർത്തി. അപ്പോൾ കർണൻ വീണ്ടും പറഞ്ഞു, മൂഢനായ ഈ നീചബ്രാഹ്മണൻ സ്വയം വലിയവനാണെന്ന് കരുതുന്നു. കൗരവരാജാവേ, അങ്ങനെ വിലക്കരുത്. എൻ്റെ കൈക്കരുത്ത് ഇവരെന്നറിയട്ടെ.
മഹാരാജാവേ, ഇതുകൂടി കേട്ട അശ്വത്ഥാമാവ് കർണന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു: നീചനായ രാധയ, നിന്റെ ഈ വിഷവാക്കുകൾ ഞങ്ങൾ സഹിക്കുന്നു. നിന്റെ ഈ ധാർഷ്ട്യത്തിനുള്ള മറുപടി ആ സബ്യസാചി തന്നുകൊള്ളും. അപ്പോൾ ദുര്യോധനൻ ഇടപെട്ടു: അനുജ, അശ്വത്ഥാമാവേ, നിന്റെ കോപം അടക്കൂ. എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന വില്ലാളിയല്ലേ നീ. ഈ തെറ്റും പൊറുക്കുക. നീ കർണനോട് മുഷിയരുത്. ഈ മഹായുദ്ധത്തിൻ്റെ ചുമതല മുഴുവൻ നിനക്കും ദ്രോണാചാര്യനും കൃപർക്കും ശല്യർക്കും ശകുനിക്കുമൊക്കെ തുല്യമായ ഉത്തരവാദിത്തത്തിലല്ലേ നൽകിയിട്ടുള്ളത്? സഞ്ജയൻ തുടർന്നു: മഹാരാജാവേ, ദുര്യോധനൻ്റെ വാക്കുകേട്ട് അശ്വത്ഥാമാവ് പിൻവാങ്ങി. അപ്പോൾ പൊതുവെ ശാന്തശീലനായ കൃപർ തികച്ചും ശാന്തമായി തന്നെ പറഞ്ഞു: സൂതപുത്ര, നിന്റെ ഈ ധാർഷ്ട്യം അർജുനൻ്റെ മുന്നിൽ എത്തുന്നതുവരെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ, തീർച്ച. ഈ സമയത്ത് പാഞ്ചാല രാജ്യത്തെ മഹാരഥന്മാരും പാണ്ഡവരും ഒത്തുകൂടി. അവർ കർണനെ വളഞ്ഞു. അയാളെ കണ്ടപ്പോൾ തന്നെ അവർ അലറി വിളിച്ചു: ഇയാളാണ് പാണ്ഡവർക്കെതിരെ ദുര്യോധനോട് ഉപജാപം നടത്തുന്നത്. കൗരവരെയും പാണ്ഡവരെയും ശത്രുക്കളാക്കിയ കുടിലബുദ്ധി ഇയാളുടേതാണ്. ഇവനെ വധിക്കുക. ഈ വാക്കുകൾ കേട്ടപ്പോൾ കർണനും യുദ്ധത്തിന് തയ്യാറെടുത്തു. തന്നെ ചുറ്റും നിൽക്കുന്ന പാണ്ഡവരെയും സഹായികളെയും കണ്ടിട്ട് അയാൾക്ക് യാതൊരു ഭയവും ഉണ്ടായില്ല. പാണ്ഡവരും കൂട്ടരും ചേർന്ന് കർണനെ അസ്ത്രങ്ങൾ കൊണ്ട് മൂടി. ഒരിളക്കവുമില്ലാതെ കർണനും ശരമാരികൾ കൊണ്ട് ശത്രുക്കളെ തടഞ്ഞു. സഞ്ജയൻ തുടർന്നു: മഹാരാജാവേ, കർണൻ്റെ യുദ്ധവൈഭവം വെളിവായ അവസരമായിരുന്നു അത്. അയാൾ ശത്രുക്കളുടെ രഥങ്ങളെയും അശ്വങ്ങളെയും തകർക്കാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ പാണ്ഡവസേന രക്ഷപ്പെടാൻ പഴുതുകൾ അന്വേഷിച്ചു. കർണൻ്റെ ശരങ്ങളേറ്റ് എണ്ണമറ്റ കുതിരകളും ആനകളും ചത്തൊടുങ്ങി. രാജാവേ, കർണൻ്റെ സംഹാരഭാവം കണ്ട് അർജുനന് കലി കയറി. പാർത്ഥനും കർണന് നേരെ ശരസഹസ്രങ്ങൾ അയച്ചു. അർജുനൻ്റെ ശരമേറ്റ് കർണൻ്റെ ഇടതുകൈയിൽ മുറിവ് പറ്റി. വില്ല് നിലം പതിച്ചു. ക്ഷണനേരത്തിനുള്ളിൽ മറ്റൊരു വില്ലും ഗ്രഹിച്ച് അയാൾ യുദ്ധത്തിന് തിരിച്ചെത്തി. അയാളും ശരവ്യൂഹങ്ങൾ കൊണ്ട് പാർത്ഥനെ മറച്ചു. പാർത്ഥൻ ഞൊടിനേരം കൊണ്ട് ആ അസ്ത്രങ്ങളെ നിഷ്പ്രഭമാക്കി. പാർത്ഥൻ്റെ ശരമേറ്റ് കർണൻ്റെ കുതിരകൾ ചത്തു. മറ്റൊരു ബാണം കൊണ്ട് പാർത്ഥൻ സാരഥിയെയും വധിച്ചു. അർജുനൻ അയച്ച 5 ശരങ്ങൾ കർണൻ്റെ ശരീരത്തിൽ തറച്ചു നിന്നു. തേരും സാരഥിയും നഷ്ടപ്പെട്ടപ്പോൾ അയാൾ കൃപരുടെ രഥത്തിൽ കയറി രക്ഷപ്പെട്ടു. തങ്ങളുടെ നായകനും കൂടി പാർത്ഥൻ്റെ ശരങ്ങളേറ്റ് തളരുന്നത് കണ്ട് കൗരവസൈന്യം പലപാടും ഓടി രക്ഷപ്പെടുവാൻ തുടങ്ങി. രാജാവേ, ഇങ്ങനെ കൗരവസൈന്യം ഓടി രക്ഷപ്പെടുന്നത് കണ്ടപ്പോൾ ദുര്യോധനൻ അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു: ശൂരന്മാരെ, ഇപ്രകാരം നിങ്ങൾ യുദ്ധരംഗത്തു നിന്നും ഓടിപ്പോകുന്നത് ശരിയല്ല. നോക്കൂ, ഞാൻ പാഞ്ചാലർക്കും സോമകന്മാർക്കുമൊപ്പം പാർത്ഥനെയും വകവരുത്തുവാൻ പോവുകയാണ്. നിങ്ങൾ ഭയം വെടിഞ്ഞ് എൻ്റെ ഒപ്പം വരൂ. സൈനികർ ഇത് കേട്ട് മടങ്ങിയെത്തി. വമ്പിച്ച ഒരു സൈന്യവുമായി അങ്ങയുടെ പുത്രൻ പാർത്ഥനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ഈ സാഹസം കണ്ടുനിന്ന കൃപർ അശ്വത്ഥാമാവിനോട് പറഞ്ഞു: ദ്രൗണി, ഇന്ന് ദുര്യോധനൻ ആകെ കലിയിളകിയ മട്ടിലാണ്. ഇപ്പോൾ അയാൾ വിവേകമില്ലാതെയാണ് പെരുമാറുന്നത്. പാർത്ഥനുമായി ഏറ്റുമുട്ടിയാൽ ആ മൂഢൻ്റെ ജീവൻ പോകുമെന്നല്ലാതെ ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. നീ വേഗം ചെന്ന് പ്രശ്നങ്ങൾ വഷളാകും മുമ്പ് കൗരവനെ തടയണം. കൃപാചാര്യരുടെ നിർദ്ദേശം അനുസരിച്ച് അശ്വത്ഥാമാവ് ദുര്യോധനൻ്റെ അടുത്തെത്തി. കൗരവശ്രേഷ്ഠ, ഞാനിവിടെ ഉള്ളപ്പോൾ അങ്ങ് അർജുനനോട് യുദ്ധം ചെയ്യാൻ പോകുന്നത് എനിക്ക് ആക്ഷേപമാണ്. ഞാൻ അങ്ങയുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന ആളല്ലേ? അങ്ങ് തന്നെ അർജുനനെ വധിക്കുമെന്ന് തീർച്ചയാണ്. എങ്കിലും ഞാനുള്ളപ്പോൾ അങ്ങ് പോകേണ്ടതില്ല. അങ്ങ് മൗനമായി ഒരിടത്ത് നിന്നാൽ മാത്രം മതി. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു: ദ്രോണപുത്ര, താങ്കളുടെ പിതാവ് മക്കളോടെന്ന പോലെയാണ് പാണ്ഡവരോട് സൗജന്യം കാണിച്ചത്. നിങ്ങളും അതുതന്നെ ചെയ്യാൻ പുറപ്പെടുന്നു. നിങ്ങളുടെയൊക്കെ ശൗര്യം മന്ദീഭവിച്ചത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പാഞ്ചാലിയോടും പാണ്ഡവരോടും പ്രീതിയുടെ ഭാവത്തിൽ പെരുമാറുന്നു. ആചാര്യപുത്ര, അങ്ങ് പോയി പാണ്ഡവരെയും പാഞ്ചാലന്മാരെയും സോമകന്മാരെയും വധിക്കൂ. ബാക്കിയുള്ളവരെ താങ്കളുടെ നിർദ്ദേശത്തിന് വഴങ്ങി ഞാനും വധിക്കാം. അർജുനൻ്റെ സഹായികളായ കേകയന്മാരെയും പാഞ്ചാല സോമകന്മാരെയും അവസാനിപ്പിക്കൂ. അവരാണ് എൻ്റെ സൈന്യത്തെ നാമാവശേഷമാക്കുന്നത്. മഹാരാജാവേ, അങ്ങയുടെ പുത്രനോട് അശ്വത്ഥാമാവ് പറഞ്ഞു: കുരുശ്രേഷ്ഠ, നിങ്ങൾ പറഞ്ഞതിനെ ഒന്നും ഞാൻ എതിർക്കുന്നില്ല. എൻ്റെ പിതാവും ഞാനും പാണ്ഡവരെ സ്നേഹിക്കുന്നു. നിങ്ങളെപ്പോലെ തന്നെ അവരും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്.
പക്ഷേ ഇത്തരം ബന്ധങ്ങളൊന്നും യുദ്ധത്തിൽ ഞങ്ങൾ പരിഗണിക്കുന്നില്ല. ഏറ്റെടുത്ത കർത്തവ്യം ഏറ്റവും ഭംഗിയായി നിർവഹിക്കുക എന്നതാണ് ഞങ്ങളുടെ ധർമ്മം. പക്ഷേ നിങ്ങൾ ദുരാഗ്രഹിയും സംശയചിത്തനുമാണ്. നിങ്ങളുടെ ഉള്ളിലെ അഹങ്കാരമാണ് ഞങ്ങളെ വിശ്വസിക്കാതിരിക്കാൻ കാരണമാകുന്നത്. എന്തായാലും ഞാനിതാ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. എൻ്റെ കർമ്മം ജീവഭയമില്ലാതെ ഞാൻ നിർവഹിക്കും. അങ്ങയുടെ ശത്രുക്കളിൽ പ്രധാനികളെ ഞാൻ എണ്ണി എണ്ണി വധിക്കാം. സോമകന്മാരെയോ പാഞ്ചാലരോ ആരെ വേണമെങ്കിലും യമപുരിക്ക് അയക്കാം. ഇനി ഇവർ വധിക്കപ്പെടുന്നത് കണ്ട് ആരെങ്കിലും എന്നോട് യുദ്ധത്തിന് വന്നാൽ അവരെയും ഞാൻ വധിക്കാം. ഇപ്രകാരം ദുര്യോധനനെ പഴിക്കും മട്ടിൽ സംസാരിച്ചിട്ട് അശ്വത്ഥാമാവ് രഥം തെളിക്കുവാൻ സൂതനോട് ആജ്ഞാപിച്ചു. കഥയുടെ ബാക്കി ഭാഗം നമുക്കടുത്ത ദിവസം കേൾക്കാം.